ഓക്കെ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന IELTSന്റെ ലിസ്ണിംഗ് മോഡ്യൂളിനെ പറ്റിയാണ്. അതിന്റെ 4 സെക്ഷൻസ് പ്ലസ് ദ ക്വസ്റ്റ്യൻ ടൈപ്സ് ദാറ്റ് യു കെൻ എക്സ്പെക്ട് ഫോർ ദി എക്സാം. പിന്നെ വീഡിയോന്റെ എൻഡ് വരെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ബിക്കോസ് ഐ വിൽ ഗിവ് യു 4 റിയലി സിമ്പിൾ ടിപ്സ് ടു സ്കോർ ഗുഡ് പോയിന്റ്സ് ഇൻ യുവർ ലിസ്ണിംഗ് മോഡ്യൂൾ. ഹായ് ഗൈസ്, വെൽക്കം ടു ഇംഗ്ലീഷ് എവറി ഡേ. എൻ്റെ പേര് വിദ്യ. നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന IELTSന്റെ ലിസ്ണിംഗ് മോഡ്യൂളിനെ പറ്റിയാണ്. അതിൻ്റെ 4 സെക്ഷൻസും പിന്നെ 6 ക്വസ്റ്റ്യൻ ടൈപ്സ് ദാറ്റ് യു കെൻ എക്സ്പെക്ട് ഫോർ ദി എക്സാം. ഓക്കെ, നമ്മൾ എക്സാം എഴുതുന്നതിന് മുമ്പ് മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് വരുന്നതെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് ഈച്ച് ക്വസ്റ്റ്യൻ ടൈപ്പും പ്രാക്ടീസ് ചെയ്യാം. പ്ലസ് യു ക്യാൻ അവോയ്ഡ് സർപ്രൈസസ് വെൻ യു ആക്ച്വലി ഡു ദി എക്സാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് IELTSന്റെ ലിസ്ണിംഗ് മോഡ്യൂളിന്റെ 6 ക്വസ്റ്റ്യൻ ടൈപ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് ഇസ് ഫിൽ ഇൻ മിസ്സിംഗ് ഇൻഫർമേഷൻ. ഏതെങ്കിലും ടേബിൾ അല്ലെങ്കിൽ സമ്മറി അല്ലെങ്കിൽ നോട്ട്സ് അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട്, അതിൽ കുറച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതിലുള്ള ബ്ലാങ്ക്സ് ആയിരിക്കും ഫിൽ ചെയ്യേണ്ടത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോർമലി ഫസ്റ്റ് സെക്ഷനിലായിരിക്കും വരിക. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. ചില സമയത്ത് ഫിൽ ഇൻ വിത്ത് 1 വേർഡ് ഓൺലി, ചില സമയത്ത് ഫിൽ ഇൻ വിത്ത് നോട്ട് മോർ ദൻ 2 വേർഡ്സ്, ചില സമയത്ത് ഫിൽ ഇൻ വിത്ത് നോട്ട് മോർ ദൻ 3 വേർഡ്സ്. അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്ത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ടൈപ്പ് ഇസ് മൾട്ടിപ്പിൾ ചോയ്സ്. ആസ് ദ നെയിം സജസ്റ്റ്, ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഫ്യൂ ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ അതിൽ നിന്ന് റൈറ്റ് ആൻസർ ചൂസ് ചെയ്യുക. അത് ഒരു 4 to 5 അല്ലെങ്കിൽ 6 ഓപ്ഷൻസ് വരെ ഒരു ക്വസ്റ്റ്യനിൽ വരാം. നമുക്ക് ചില സമയത്ത് ഒരു ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്, ചില സമയത്ത് മോർ ദൻ 1 ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം നമ്മൾ ആൻസർ ചെയ്യണം. നോർമലി ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 3rd സെക്ഷൻ അല്ലെങ്കിൽ 4th സെക്ഷനിൽ എവിടെയെങ്കിലും ആവാനാണ് സാധ്യത. Okay, third question type is diagram, plan or map completion. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഡയഗ്രാം, ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാൻ തന്നിട്ടുണ്ടാവും. അതിൽ കുറച്ച് ഇൻഫർമേഷൻ ലേബിൾ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും. അതിലുള്ള മിസ്സിംഗ് ഇൻഫർമേഷൻ നമ്മൾ റെക്കോർഡിംഗ് കേട്ടിട്ട് ഫിൽ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഒരു മാപ്പ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് പൊസിഷൻസ് ഒക്കെ ലേബിൾ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷനും ഡിസ്ക്രിപ്ഷനും തമ്മിൽ മാച്ച് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. നോർമലി ഇത് സെക്കൻഡ് സെക്ഷൻ ഓഫ് ദി ലിസ്ണിംഗ് മോഡ്യൂളിലാണ് വരാറ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താണോ പറയുന്നത് അത് ശ്രദ്ധിച്ച് നോക്കി വായിച്ചിട്ട് വേണം ആൻസേഴ്സ് എഴുതാൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ ടൈപ്പ് ഇസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഇത് നമ്മളെ സാധാരണ ക്വസ്റ്റ്യൻസ് പോലെ ഓരോ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അതിന് നമ്മൾ ആൻസേഴ്സ് എഴുതുക. പക്ഷെ നമ്മൾ ഇതിന് ഭയങ്കര ഒരു ഫുൾ സെന്റൻസ് ഒന്നും എഴുതേണ്ടി വരില്ല. നോർമലി 3 വേർഡ്സ് ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. നോട്ട് മോർ ദൻ 3 വേർഡ്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതിന് നമ്മൾ ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കേൾക്കുന്ന റെക്കോർഡിങ്ങിൽ തന്നെ അതിന്റെ ആൻസേഴ്സ് നമുക്ക് പറയുന്നുണ്ടാവും. നമ്മൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് അതിലുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കുക. ചിലപ്പോൾ നമ്മൾ അതിന്റെ ടെൻസോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ആൻസേഴ്സ് എഴുതുക എന്നല്ല ടാസ്ക്, നമ്മുടെ ലാംഗ്വേജ് ആണ്. അപ്പൊ അതിന്റെ ഗ്രാമർ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ആൻസർ എഴുതേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആൻസേഴ്സ് എഴുതുക. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് ഇസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സെന്റൻസസ് തന്നിട്ടുണ്ടാവും. അതിന്റെ ഇടയിൽ ഗ്യാപ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ റെക്കോർഡിങ് കേട്ടിട്ട് ആ ഗ്യാപ്സിൽ നമ്മൾ എത്ര വേർഡ്സ് ആണോ ആവശ്യം അത്രയും വേർഡ്സ് വെച്ച് ഫിൽ ചെയ്യുക. നോർമലി ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ പ്രത്യേകിച്ചും ഗ്രാമർ നോക്കേണ്ടത്. സാധാരണ നമ്മൾ ഇതിന്റെ ടെൻസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും എഴുതുക. പിന്നെ ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് സെക്ഷൻ 3ലോ 4ലോ വരാം. പിന്നെ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഡയറക്ട്ലി നമുക്ക് ആ റെക്കോർഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിൽ വേണ്ട വേർഡ്സ് ആ റെക്കോർഡിങ്ങിൽ പാരഫ്രേസ് ചെയ്യോ അല്ലെങ്കിൽ ആ വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുക. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം എന്താണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. അഗൈൻ ഇത് നോട്ട് മോർ ദൻ 2 വേർഡ്സ്, നോട്ട് മോർ ദൻ 3 വേർഡ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യന് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം.
ഫൈനൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ഇസ് മാച്ചിങ്. അത് നമ്മുടെ റെക്കോർഡിങ്ങിൽ എന്തെങ്കിലും ഒരു ഐറ്റമിനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ പറയും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ആ ഐറ്റം അതിന് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അതിന് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് മാച്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ടൈപ്പും നോർമലി ഫസ്റ്റ് സെക്ഷനിലൊക്കെയാണ് സാധാരണ വരാറ്. അതും അഗൈൻ നമ്മൾ ഈ ആൻസേഴ്സിലുള്ള ഡിസ്ക്രിപ്ഷൻസ് കുറെ എണ്ണം വളരെ സിമിലർ ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ച് ഏതാണ് കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം മാച്ച് ചെയ്യാൻ. അപ്പോൾ അതാണ് IELTS ലിസ്ണിംഗ് മോഡ്യൂളിന്റെ 6 ക്വസ്റ്റ്യൻ ടൈപ്സ്. ഇനി ഐ ഗിവ് യു 4 ടിപ്സ് ടു ഗെറ്റ് എ ഗുഡ് സ്കോർ ഇൻ യുവർ ലിസ്ണിംഗ് മോഡ്യൂൾ. ഫസ്റ്റ് ടിപ്പ് ഇസ് ടു റീഡ് അഹെഡ്. റീഡ് അഹെഡ് എന്ന് വെച്ചാൽ നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. നമ്മൾ ഈ റെക്കോർഡിങ്സ് നടക്കുമ്പോൾ നമ്മൾ ആൻസേഴ്സ് എഴുതി പോവുകയാണല്ലോ, അതിന്റെ ഇടയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മിസ് ചെയ്യുകയാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്തരുത്. യു ഷുഡ് കീപ് മൂവിങ് ഓൺ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഈ റെക്കോർഡിങ് വീണ്ടും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിക്കാതെ ചെയ്യുക. ഫൈനലി നമുക്ക് കുറച്ച് ടൈം കിട്ടുമ്പോൾ നമുക്ക് ആ ആൻസറിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അതാണ് ഫസ്റ്റ് വേ ടു റീഡ് അഹെഡ്. പിന്നെ സെക്കൻഡ് വേ is to read as many questions as you can before you actually hear the recording. നമ്മുടെ ലിസ്ണിംഗ് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ റെക്കോർഡിംഗ് കേൾക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വരും. യു വിൽ ഹാവ് സം ടൈം ടു ലുക്ക് അറ്റ് ക്വസ്റ്റ്യൻസ് 1 to 10 അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് പറയും. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. പക്ഷെ റെക്കോർഡിംഗ് തീരാറാവുമ്പോൾ നമ്മൾ ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാലും കുറച്ചും കൂടെ ആ റെക്കോർഡിംഗ് ബാക്കി ഉണ്ടാവും. നമ്മുടെ ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ റെക്കോർഡിംഗ് കേൾക്കേണ്ട ആവശ്യമില്ല. സോ വി ഡോണ്ട് ഹാവ് ടു ലിസൺ ടു ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. നമുക്ക് ആ സമയവും കൂടെ ബാക്കി ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പ്രത്യേകിച്ചും 3rd സെക്ഷൻ 4th സെക്ഷൻ ഒക്കെ ആവുമ്പോൾ ക്വസ്റ്റ്യൻസും ഭയങ്കര ലോങ് ആയിരിക്കും. അതിന് മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ആണെങ്കിൽ ആ മൾട്ടിപ്പിൾ ചോയ്സസും ഭയങ്കര ലോങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ചും കൂടെ ടൈം എടുക്കും. അപ്പൊ നമുക്ക് ആ ഇടയിൽ എത്ര ടൈം കിട്ടുമോ അത്രയും ടൈം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ടിപ്പ്. ഇറ്റ്സ് ടു റീഡ് അഹെഡ്. സെക്കൻഡ് ടിപ്പ് ഇസ് ആക്റ്റീവ് ലിസ്ണിംഗ്. നമുക്ക് ലിസ്ണിംഗ് 2 ടൈപ്സ് ഉണ്ട്, ആക്റ്റീവ് ലിസ്ണിംഗ് ആൻഡ് പാസീവ് ലിസ്ണിംഗ്. നമ്മൾ പാസീവ് ലിസ്ണിംഗ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മൂവി കാണുക അല്ലെങ്കിൽ നമ്മൾ TV ഒക്കെ കാണുമ്പോഴാണ് പാസീവ് ലിസ്ണിംഗ്. കാരണം നമ്മൾ എവറി വേർഡ് ആൻഡ് എവറി സെന്റൻസ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാവും. പക്ഷെ നമ്മൾ ലിസ്ണിംഗ് എക്സാമിന് ഇരിക്കുമ്പോൾ നമ്മൾ ആക്റ്റീവ് ലിസ്ണിംഗ് ആണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് മീൻസ് യു ഷുഡ് ലിസൺ ടു എവറി വേർഡ് ആൻഡ് എവറി സെന്റൻസ് ദാറ്റ് ഇസ് ബീങ് സെഡ്. അല്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസിന് പ്രോപ്പറായിട്ട് ആൻസർ എഴുതാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് എക്സാക്ട് ആൻസർ ആയിരിക്കില്ല റെക്കോർഡിംഗിൽ കേൾക്കുക. ചിലപ്പോൾ അവരത് പാരഫ്രേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യായിരിക്കും. നമ്മൾ എക്സാക്ട് വേർഡ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ റെക്കോർഡിംഗ് പ്രോപ്പറായിട്ട് കേട്ടാലേ പറ്റുള്ളൂ. So my second tip is to actively listen to the recordings. Okay, എൻ്റെ 3ാമത്തെ tip is to guess. ഇത് എല്ലാ ആൻസേഴ്സിനും അല്ല ഗസ് ചെയ്യേണ്ടത്. നമുക്ക് ഏതെങ്കിലും ആൻസർ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ തിരിച്ച ആൻസറിൽ വന്നിട്ട് അത് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ റെക്കോർഡിംഗ് ഫുള്ളായിട്ട് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഓർത്തെടുക്കുക ആൻഡ് ടേക്ക് യുവർ ബെസ്റ്റ് ഗസ്. കാരണം നമ്മൾ ഒരു ബ്ലാങ്ക് വിടുകയാണെങ്കിൽ അതിന് നമുക്ക് 0 points ആയിരിക്കും കിട്ടുക. പക്ഷെ നമ്മൾ അവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ആൻസർ ഗസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അതിന് 1 point കിട്ടും. സോ ഇറ്റ്സ് ഗുഡ് ടു നോട്ട് ലീവ് എനി ബ്ലാങ്ക്സ് ആൻഡ് ടേക്ക് യുവർ ബെസ്റ്റ് ഗസ് ആൻഡ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. എൻ്റെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ടിപ്പാണ് ടു റിലാക്സ് ആൻഡ് കാം യുവർ സെൽഫ്. ഇതൊരു ഭയങ്കര വലിയ ടിപ്പായിട്ട് ചിലപ്പോൾ തോന്നില്ല, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ലിസ്ണിംഗ് എക്സാം എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആവും, ചിലപ്പോൾ ഭയങ്കര വർക്ക്ഡ് അപ്പ് ഒക്കെ ആവും. നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ റെക്കോർഡിങ്സ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളെ തന്നെ റിലാക്സ് ചെയ്യിക്കുക, ഏറ്റവും കാമായിട്ട് ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് എൻ്റെ 4 റിയലി സിമ്പിൾ ടിപ്സ് to get a good score in your IELTS listening module. Okay guys, അതാണ് IELTSന്റെ listening modules. അതിൻ്റെ 4 sections plus the question types. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.